നീ എന്താ പറഞ്ഞ? ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളാ ഇവിടെ അരങ്ങേറാൻ പോകുന്നെന്നോ? പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അല്ലേ? അതാണ് നിന്റെ ബുദ്ധിയും എന്റെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. അല്ല, ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി? നീ ചിന്തിക്കുന്നതിനും അപ്പുറം ചിന്തിക്കുന്നവര് ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടെന്നല്ലേ? എടേ, നീ വെറും സീറോയാ, എ ബിഗ് സീറോ. അത് നീ എന്ന് മനസ്സിലാക്കുന്നോ അന്നേ നന്നാവും. പിന്നെ എൻ്റെ ഈ തല, അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മൊത്തത്തിൽ അരച്ചു കലക്കി പഠിച്ചെടുത്ത തലയാടി. നീയൊന്ന് തപസ്സിരുന്നാ പോലും കിട്ടാത്ത കിട്ടാക്കനി. IAS. ഇനി നേർക്കുനേര് വരുമ്പോ ചുമ്മാ ഈ അക്ഷരങ്ങളൊന്ന് ഓർക്കണം. നിന്റെ കൊത്താൻ വെമ്പി വരുന്ന അഹങ്കാരത്തിന്റെ പത്തിയുണ്ടല്ലോ, അതങ്ങ് താനേ താണോളും. മാഡം, ഇതിപ്പോ ഇവിടെ പോയി കിടക്കുന്ന കാശ് എന്റേതാണ്. 15 കോടിയാണ് ഇതിന്റെ പേരിൽ എനിക്കുണ്ടായ നഷ്ടം. അതിനാര് സമാധാനം പറയും? ചതിച്ചപ്പോ എല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് ചതിച്ചത് തന്നെയാണ്. ചതിയിലൂടെ നീയൊക്കെ സ്വന്തമാക്കിയത് മറ്റൊരു ചതിയിലൂടെ അവരങ്ങ് സ്വന്തമാക്കിയെന്ന് കരുതിയാ മതി. കുറേയധികം കളി ഈ വീട് കിട്ടിയിട്ട് നീയൊക്കെ കളിച്ചില്ലേ? അതല്ല എന്റെ മേശപ്പുറത്തിരിപ്പുണ്ട്, തെളിവ് സഹിതം. ഞാൻ അതിലൊരു പിടി മുറുക്കിയ മലേഷ്യയിലുള്ള ബാക്കി സ്വത്തുകൂടി വിറ്റുപെറുക്കി ഇവിടെ കൊണ്ടുവന്ന് പിഴ അടയ്ക്കേണ്ടി വരും. ആ സാഹസം നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഇനി ഈ വീട് രാഘവൻ നായരുടേതാ. ഒരവകാശവും നിങ്ങൾക്ക് ആർക്കുമില്ല. അപ്പൊ പിന്നെ എങ്ങനാ പോവല്ലേ? ഈ ഇരുമ്പ് കച്ചവടക്കാരെ ഇവരുടെ പണിയായത് അടക്കം ഞാൻ കൊണ്ടുപോവാ. ഇവരെന്താണോ പറയുന്നത് ആ വഴിക്കായിരിക്കും കേസിന്റെ പോക്ക്. ഇവരെ പിടിച്ച് ജീപ്പ് കയറ്റേ. പിടിച്ചു കയറല്ലോ. പിടിച്ചു കയറല്ലോ. ഇനി അവര് പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെയൊക്കെ ഭാവി.